ശബ്ദം കേട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മെഡിക്കൽ കോളേജ് വെച്ചാണ് ഞാൻ അഡ്മിറ്റായി കിടക്കുക. ആദ്യം ജനങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചെന്നാണ്. പിന്നീടാണ് പറഞ്ഞത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത്. പെട്ടെന്നൊരു തീകോളം പോലെ എണ്ണം താഴേക്ക് വരികയും ഒരു ഇടി വെട്ടുകയും ചെയ്തു. അദ്ദേഹം മരിക്കുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഇടി വെട്ടുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ്. അത് പഴയ സംഭവം ഓർക്കപ്പെട്ടു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒപ്പം നടന്ന ഒരു കാലം 1991 തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല കോട്ടയം പാർലമെൻറ്റിലേക്കും ബാബു ചാഴിക്കാടൻ ഏറ്റുമാനൂർ അസംബ്ലിയിലേക്കും മത്സരിക്കുന്ന സമയത്ത് ബാബു ചാഴിക്കാടനെ ജീവൻ കവർന്ന ഒരു സംഭവം ഇന്നും മനസ്സിലൊരു 35 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും മനസ്സിലൊരു വിങ്ങലായി നിൽക്കുകയാണ്. ബാബു ചാഴിക്കാടൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഇപ്പോഴും ഞെട്ടലോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റേത്. ഞങ്ങൾ ഒരുമിച്ച് ഞാൻ കോട്ടയത്ത് പാർലമെൻറ്റിലേക്ക് വന്ന ഏറ്റുമാനൂർ അസംബ്ലിയിലേക്ക് മത്സരിച്ച ഒരു കാലമായിരുന്നു. 1991 മെയ് 15 തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലായിരുന്നു. വൈകുന്നേരം ഞങ്ങളുടെ പകലുള്ള പരിപാടികൾ പൂർത്തിയാക്കിയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വീണ്ടും ആർപ്പക്കരയിൽ നിന്ന് മെഡിക്കൽ കോളേജിനടുത്ത് നിന്ന് അതിരമ്പുഴയ്ക്ക് പോകുന്ന വഴിയായിരുന്നു. ഏകദേശം ഒരു 4:30-5 മണിയാവും. ഒരു 4 മണിയോടുകൂടി ഇവർ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം അടുത്ത പര്യടനത്തിന് പോകാൻ ഇറങ്ങുകയാണ്. ഞാൻ രമേശ് ചെന്നിത്തലയുടെ PA ആയിരുന്നു. എന്നെ കണ്ടപ്പോൾ എന്നാൽ രമേശ് ചെന്നിത്തല ഡ്രസ്സ് മാറിയേക്കാം എന്ന് പറഞ്ഞു. ബാബു ചാഴിക്കാടനും ഡ്രസ്സ് മാറി വന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു, ബാബു വളരെയധികം സുന്ദരനായിരിക്കുന്നല്ലോ. അത് കഴിഞ്ഞ് പര്യടനം തുടങ്ങി. ഞങ്ങൾ വില്ലൂന്നി ആ പ്രദേശത്തെ പര്യടനം കഴിഞ്ഞ് 2 പോയിൻ്റ് കഴിഞ്ഞ് നേരെ ഈ അപകടം നടന്ന വാരിമുട്ടം എന്ന സ്ഥലത്ത് ഈ വണ്ടിയിൽ രമേശ് ചെന്നിത്തലയും ബാബു ചാഴിക്കാടനും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്ന MU നാരായണൻ ചേട്ടനും PLJ ഏട്ടനും അനൗൺസ് ചെയ്യാനായിട്ട് ഏറ്റുമാനൂർ ഗോപകുമാറും ഡ്രൈവറായിട്ട് ശിവദാസനും ഉണ്ടായിരുന്നു. അപ്പോഴാണ് ആർപ്പക്കരയിലേക്ക് പോകുന്ന വഴിയിൽ വലിയ ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേട്ട് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. മെഡിക്കൽ കോളേജ് വെച്ചാണ് ഞാൻ അഡ്മിറ്റായി കിടക്കുക. തൊട്ടപ്പുറത്ത് ഒരു ലൈനുണ്ടായിരുന്നു. എന്നാൽ മഴയോ അല്ലെ ഇടിയോ ഒന്നുമില്ല. ഇവർ ഈ ഓപ്പൺ ജീപ്പിൽ നിന്ന് പോകുമ്പോൾ ഈ വലിയ ലൈനിൻ്റെ അടിയിൽ കൂടി പോകുമ്പോൾ പെട്ടെന്നൊരു തീകോളം പോലെ എണ്ണം താഴേക്ക് വരികയും ഒരു ഇടി വെട്ടുകയും ചെയ്തു. ജീപ്പിലിരുന്ന് എല്ലാവർക്കും ചെവി കേൾക്കാൻ മേലാതെ വരികയും ബോധക്ഷയം ഉണ്ടാകുകയും ചെയ്തു. ബാബു ചാഴിക്കാടൻ കുഴഞ്ഞു. രമേശ് ചെന്നിത്തലയെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി നടത്തി കാറിൽ കയറ്റി. ബാബു ചാഴിക്കാടനെ എടുത്ത് അന്ന് നീണ്ടൂർ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനും കൂടെ അവിടെ നിന്നയാളെ വിളിച്ചു കയറ്റി ഞങ്ങൾ ബാബു ചാഴിക്കാടനെ വണ്ടിയിൽ കടത്തി. ഞാൻ CPR കൊടുക്കാൻ നോക്കി. പക്ഷേ അന്നേരം അദ്ദേഹത്തിൻ്റെ കണ്ണൊക്കെ ജീവൻ പോയിട്ടില്ല. ഞങ്ങൾ പക്ഷേ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രകൃതി നേരെ വിരുദ്ധമായിട്ട് അതിഭയങ്കര മഴ പെയ്തു. പോന്നപ്പോഴത്തേന് ഈ CPR കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പറഞ്ഞു, പോകുമെന്നാണ് തോന്നുന്നത്, കണ്ണു മറിയുന്നുണ്ട്. അന്നേരം മഴയത്ത് അദ്ദേഹം പുറത്ത് കൈയിട്ട് ഒരു കവിൾ വെള്ളം ബാബു ചാഴിക്കാടൻ്റെ വായിലേക്കും ഞാൻ കൈയിട്ട് മുഖത്തും കഴുകി. അന്നേരത്തേന് അദ്ദേഹത്തിൻ്റെ ജീവൻ പോയി. ആ വെള്ളം അവസാനമായിട്ട് അല്പം കുടിച്ചെന്നാണ് തോന്നുന്നത്. അതിനുശേഷം നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ അവർ സ്ഥിരീകരിച്ചു. ഡോക്ടർ PGR വന്നു. രമേശ് ചെന്നിത്തലയെ പെട്ടെന്ന് ICUയിലേക്ക് മാറ്റി. പിന്നീടാണ് അറിയുന്നത് ബാബു ചാഴിക്കാടൻ അവിടെ ചെടിവെട്ടേറ്റ് മരിച്ചു. ആദ്യം ജനങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മരിച്ചെന്നാണ്. പക്ഷേ അങ്ങനെ ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി മെഡിക്കൽ കോളേജ്. ഞങ്ങൾ രണ്ടും ഓപ്പൺ ജീപ്പിൽ ചേർന്ന് നിൽക്കുകയാണ്, തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. മെഡിക്കൽ കോളേജ് കിടക്കുമ്പോഴാണ് എൻ്റെ ഓർമ്മ വന്നത്. പിന്നീടാണ് പറഞ്ഞത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളത്. അപ്പം അത് വലിയ ദൗർഭാഗ്യകരമായ കാര്യമായിപ്പോയി. ഇപ്പോഴും നമുക്ക് ആ വേദന വിട്ടുമാറിയിട്ടില്ല. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോമസ് ചാഴിക്കാടൻ മത്സരിക്കുന്നത്. ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. ബാബു ചാഴിക്കാടനെ പോലെ ഒരു വളരെ എനർജറ്റിക്കായ യുവജന നേതാക്കന്മാർ നമ്മുടെ ഇപ്പോഴത്തെ കാലത്താണേലും അന്നാണേലും വളരെ പരിമിതമായിരുന്നു. ബാബു സമർത്ഥനായ രാഷ്ട്രീയ നേതാവായിരുന്നു, യുവാവായിരുന്നു. എല്ലാ വിഷയങ്ങളും നന്നായി പഠിക്കുകയും
നന്നായി സംസാരിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഈ കൂട്ടത്തിലുള്ളവരെ സഹായിക്കുന്നതിനും ഒരു സമരം വന്നാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലേ കൂടെയുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കാമെന്നുള്ള ആഗ്രഹം, അതൊക്കെ ചുരുക്കം ചില യുവജന നേതാക്കന്മാർക്ക് അന്നും ഉള്ളൂ ഇപ്പോഴും ഉള്ളൂ. KSCMൻ്റെ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതിനു മുമ്പ് KSCMൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പടിപടിയായി ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. മാണി സാറിൻ്റെ ഒരു മാനസപുത്രനായിരുന്നു. മാണി സാറ് ഭയങ്കരമായി അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നത്. ഒരു മകനെ പോലെ കരുതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളാണ് ചാഴികാടൻ, ബാബു ചാഴികാടൻ. അദ്ദേഹം മരിക്കുകയും ഞാൻ രക്ഷപ്പെടുകയും ചെയ്തതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. ശ്രീ ബാബുവിൻ്റെ നിര്യാണം ഇപ്പോഴും എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പിന്നെ മാറ്റിവെച്ചു അവിടുത്തെ. പിന്നീടാണ് രണ്ടാമത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എനിക്ക് ഇടി വെട്ടുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് ഇപ്പോഴും. അത് പഴയ സംഭവം ഓർക്കും പെട്ടെന്ന്. അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നത്, സ്വർണ്ണമാല. അപ്പോൾ അത് ഇടി ലൈറ്റ്നിങ് അട്രാക്റ്റ് ചെയ്തെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്താ സംഭവം? ഇടിവെട്ടേറ്റിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു ചെറിയ പാടുണ്ടായിരുന്നു, കരുനീരിച്ച് കിടക്കുന്ന ഒരു പാടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. ബാബു ചാഴിക്കാടൻ്റെ മരണമെന്ന് നമുക്ക് നാടിന് തന്നെ ഒരു വലിയ തീരാനഷ്ടമാണ്. ഇത്ര സത്യസന്ധനായ, ആത്മാർത്ഥതയുള്ള, ഊർജ്ജസ്വലതയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ വളരെ കുറച്ച് പേരിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഈ ചെറിയ പ്രായത്തിൽ വിധി കൊണ്ടുപോയത് അതുകൊണ്ടായിരിക്കും. ഇത്രയധികം സത്യസന്ധമായി പ്രവർത്തിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുകയും രാഷ്ട്രീയ രംഗത്തെ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഏത് നിലയിലെത്തുമെന്ന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു. ജീവിച്ചിരുന്ന വലിയ നേതാവാകുകയായിരുന്നു, ഒരു സംശയമാണ്. നല്ല കഴിവുള്ള ആളായിരുന്നു. ഞങ്ങൾ തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ, ഉഴവൂരുള്ള ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്. പടിപടിയായി രാഷ്ട്രീയ രംഗത്ത് ഉയർന്നു വന്ന നേതാവാണ്. പിന്നീട് അതിൻ്റെ അവസരങ്ങളൊക്കെ നമുക്ക് താമസിച്ചായിരിക്കാമെന്ന് അദ്ദേഹത്തിൻ്റെ ബ്രദറിനാണ് കിട്ടിയത്. ആ കുടുംബവുമായി ഇപ്പോഴും എനിക്ക് നല്ല ബന്ധമാണ്. ആ കുടുംബ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അങ്ങനെ ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു വിങ്ങലായി നിൽക്കുന്ന ഒരു സംഭവമാണത്. എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഇലക്ഷൻ കാലഘട്ടത്തിൽ എന്നും ബാബു ചാഴിക്കാടനെ ഓർക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേലയിൽ ഓപ്പൺ ജീപ്പിലൊക്കെ പോകുമ്പോൾ നമ്മളിത് ഓർക്കാറുണ്ട്. പിന്നെ വിധി നമുക്ക് വിചാരിച്ചാൽ തടുക്കാൻ കഴിയില്ല. ഏതായാലും അത് ദൈവത്തിൻ്റെ ഒരു നിശ്ചയമാകാം. അത് പക്ഷേ അത് ഇപ്പോഴും അതൊരു വലിയ വേദനയായി ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കും.